Hi viewers, welcome to my YouTube channel. Today I am going to explain the term dividend. Okay, നമുക്കറിയാം ഫൈനൽ അക്കൗണ്ട്സ് ഓഫ് കമ്പനി എന്ന പാഠഭാഗം നമ്മൾ പഠിക്കുന്ന സമയത്ത് അവിടെ നമുക്ക് ഇമ്പോർട്ടന്റ് ആയ ഒരു ടേം ആണ് ഡിവിഡൻഡ്. ദെൻ ഡിവിഡൻഡ് അതിന്റെ കുറച്ച് ഡീറ്റെയിൽസ് ആണ് ഞാൻ ഇന്ന് ഈ വീഡിയോയിലൂടെ നിങ്ങൾക്ക് പറഞ്ഞു തരാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഡിവിഡൻഡ് നമ്മൾ ആദ്യം ഇതിന്റെ മീനിങ് ആണ് പറയുന്നത്. ഡിവിഡൻഡ് മീൻസ് the amount of profit distributed to the shareholders according to the number of shares held by them. What is meant by dividend? Dividend means it is a part of profit. Clear? Profitന്റെ ഒരു ഭാഗമാണ് ഡിവിഡൻഡ്. Then this part of profit is distributed to the shareholders of the company according to the number of shares held by them. കമ്പനിയുടെ ഷെയർ ഹോൾഡേഴ്സ് എത്രമാത്രമാണോ ഷെയർ എടുത്തിരിക്കുന്നത് അതിനനുസരിച്ചിട്ട് അവർക്ക് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്ന പ്രോഫിറ്റിന്റെ ഒരു ഭാഗത്തിനാണ് ഇത് പറയുന്നത് ഡിവിഡൻഡ് എന്ന് പറയുന്നത്. ക്ലിയർ? സോ ഡിവിഡൻഡ് മീൻസ് ഇറ്റ് ഈസ് എ പാർട്ട് ഓഫ് പ്രോഫിറ്റ് ഡിസ്ട്രിബ്യൂട്ടഡ് ടു ദ ഷെയർ ഹോൾഡേഴ്സ് അക്കോർഡിംഗ് ടു ദ നമ്പർ ഓഫ് ഷെയർസ് ഹെൽഡ് ബൈ ദം. Then next point, usually dividend cannot be paid out of capital profit. Clear? അതായത് ഡിവിഡൻഡ് സാധാരണഗതിയിൽ എവിടുന്ന് കൊടുക്കാറില്ല എന്ന് പറഞ്ഞാൽ ക്യാപിറ്റൽ പ്രോഫിറ്റ് ഉപയോഗിച്ച് ഡിവിഡൻഡ് കൊടുക്കാറില്ല. ദെൻ നമ്മൾ ഏത് പ്രോഫിറ്റ് ആണ് ഉപയോഗിക്കുന്നത്? ദ അക്യുമുലേറ്റഡ് പ്രോഫിറ്റ് ക്യാൻ ബി യൂസ്ഡ് ഫോർ പ്രൊവൈഡിംഗ് ഡിവിഡൻഡ്. നെറ്റ് പ്രോഫിറ്റ്. ക്ലിയർ? നെറ്റ് പ്രോഫിറ്റ് ആണ് സാധാരണഗതിയിൽ നമ്മൾ ഡിവിഡൻഡ് കൊടുക്കുന്നതിന് വേണ്ടി ഉപയോഗിക്കുന്നത്. ആ പ്രോഫിറ്റിന് ഒരു സെപ്പറേറ്റ് പേര് പറയും, ഡിവിസിബിൾ പ്രോഫിറ്റ് എന്നാണ് പറയുന്നത്. Divisible profit. Divisible profit, the profit available to the distribution of dividend is called divisible profit. അപ്പോൾ ഡിവിസിബിൾ പ്രോഫിറ്റ് എന്ന് പറഞ്ഞാല് ദ പ്രോഫിറ്റ് അവൈലബിൾ ഫോർ ദ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ഡിവിഡൻഡ്. ഡിവിഡൻഡ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് കിട്ടിയിരിക്കുന്ന പ്രോഫിറ്റിന് നമ്മൾ എന്താ പറയുന്നത്? ഡിവിസിബിൾ പ്രോഫിറ്റ് എന്നാണ് പറയുന്നത്. Then divisible profits are the net profits after meeting all expenses, losses, depreciation, tax and transferring certain amount to reserve. Divisible profit എന്ന് പറഞ്ഞാല് അതായത് അത് നെറ്റ് പ്രോഫിറ്റ് ആണ്. ബട്ട് ദിസ് നെറ്റ് പ്രോഫിറ്റ് ഈസ് ആഫ്റ്റർ മീറ്റിംഗ് ഓൾ എക്സ്പെൻസസ്. കമ്പനിന്റെ എല്ലാ എക്സ്പെൻസും കഴിച്ച് അതുപോലെ ലോസസ്, റൈറ്റ് ഓഫ് ഓൾ ലോസസ്, ദെൻ പ്രൊവൈഡ് എ പാർട്ട് ഓഫ് പ്രോഫിറ്റ് ഫോർ depreciation, then tax and transferring some amount to reserve. ഫ്യൂച്ചറിലേക്ക് ചില റിസർവുകൾ ക്രിയേറ്റ് ചെയ്ത് വെക്കേണ്ടതുണ്ട്. അപ്പൊ റിസർവ് ക്രിയേറ്റ് ചെയ്തതിനു ശേഷമുള്ള പ്രോഫിറ്റ്, ഡിപ്രീസിയേഷന് ശേഷമുള്ള പ്രോഫിറ്റ്, ടാക്സ് കൊടുത്തതിന് ശേഷമുള്ള പ്രോഫിറ്റ്, അങ്ങനെയുള്ള നെറ്റ് പ്രോഫിറ്റിനാണ് നമ്മൾ എന്ത് പറയുന്നത്? ഡിവിസിബിൾ പ്രോഫിറ്റ് എന്ന് പറയുന്നത്. ക്ലിയർ? അപ്പൊ ഡിവിസിബിൾ പ്രോഫിറ്റ് ആണ് ഡിവിഡൻഡ് കൊടുക്കാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന പ്രോഫിറ്റ്. അപ്പോ എന്താണ് ഡിവിസിബിൾ പ്രോഫിറ്റ് എന്ന് മനസ്സിലായല്ലോ? ഇറ്റ് ഈസ് എ പ്രോഫിറ്റ് for the distribution of dividend. This profit is purely available for the distribution of dividend. Clear? Usually dividend cannot be paid out of capital profit. അപ്പോൾ ഡിവിഡൻഡിനെ കുറിച്ചിട്ടുള്ള ചില പോയിന്റുകളാണ് ഞാൻ ഇവിടെ എഴുതിയിരിക്കുന്നത്. ഡിവിഡൻഡ് എന്ന് പറയുന്നത് സാധാരണഗതിയിൽ ക്യാപിറ്റൽ പ്രോഫിറ്റ് ഉപയോഗിച്ച് ഡിവിഡൻഡ് കൊടുക്കാറില്ല. അപ്പൊ നമ്മൾ പറഞ്ഞു ഏത് പ്രോഫിറ്റ് ആണ് ഉപയോഗിക്കുന്നത്? ഡിവിസിബിൾ പ്രോഫിറ്റ്. Then preference dividend is paid first. There are two kinds of shares, equity share and preference share. അപ്പോൾ preference shareholders, they have preferential right. Preferential right ഉള്ള ഷെയർ ഹോൾഡേഴ്സ് ആണ് preference shareholders എന്ന് പറയുന്നത്. സോ ഫസ്റ്റ് ഓഫ് ഓൾ ദ കമ്പനി ഷുഡ് പേ ഓഫ് പ്രിഫറൻസ് ഡിവിഡൻഡ്. ആദ്യം കൊടുക്കേണ്ടത് പ്രിഫറൻസ് ഡിവിഡൻഡ് ആണ്. അവർക്ക് കൊടുത്തതിന് ശേഷം മാത്രമേ ആർക്ക് ഡിവിഡൻഡ് കൊടുക്കാൻ പറ്റൂ? നമ്മുടെ ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സിന്, റിയൽ ഓണേഴ്സിന്. ഓക്കെ. ആഫ്റ്റർ പ്രൊവൈഡിംഗ് പ്രിഫറൻസ് ഡിവിഡൻഡ് ഇക്വിറ്റി ഡിവിഡൻഡ് ക്യാൻ ബി പെയ്ഡ്. ഇപ്പൊ അടുത്തൊരു പോയിന്റ് അങ്ങനെയാണ് എഴുതിയത്. പ്രിഫറൻസ് ഡിവിഡൻഡ് കൊടുത്തതിന് ശേഷം ഇക്വിറ്റി ഡിവിഡൻഡ് കൊടുക്കാവുന്നതാണ്. ദെൻ ഡിവിഡൻഡ് ഈസ് കാൽക്കുലേറ്റഡ് ഓൺ ദ എമൗണ്ട് ഓഫ് പെയ്ഡ് അപ്പ് ക്യാപിറ്റൽ. അപ്പൊ ക്യാപിറ്റൽ എന്ന് പറഞ്ഞാൽ എന്താണ്? പെയ്ഡ് അപ്പ് ക്യാപിറ്റൽ മീൻസ് കോൾഡ് അപ്പ് ക്യാപിറ്റൽ ലെസ് കോൾസ് ഇൻ അരിയേഴ്സ്. നമ്മൾ മുന്നേ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ കോൾഡ് അപ്പ് ക്യാപിറ്റലിൽ നിന്നും കോൾസ് ഇൻ അരിയേഴ്സ് ഡിഡക്ട് ചെയ്ത് കിട്ടുന്നതാണ് എന്ത്? പെയ്ഡ് അപ്പ് ക്യാപിറ്റൽ. അതായത് കോൾസ് ഇൻ അരിയേഴ്സിന്റെ മുകളിൽ നമ്മൾ ഡിവിഡൻഡ് കൊടുക്കേണ്ട ആവശ്യമില്ല. ആക്ച്വലി ഷെയർ ഹോൾഡർ എത്രയാണ് എമൗണ്ട് പെയ്ഡ് അപ്പ് ചെയ്തിരിക്കുന്നത് കമ്പനിയിലേക്ക്, ആ എമൗണ്ടിന്റെ മുകളിൽ മാത്രമേ ഡിവിഡൻഡ് കൊടുക്കേണ്ട ആവശ്യമുള്ളൂ. ഓക്കെ. ഇതാണ് എന്ത്? നമ്മുടെ ഡിവിഡൻഡ് ആൻഡ് ഡിവിസിബിൾ പ്രോഫിറ്റ്. ഓക്കെ. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് ചില ടേംസ് ആണ്, ഡിവിഡൻഡുമായിട്ട് ബന്ധമുള്ള ചില ടേംസ്. പ്രപ്പോസ്ഡ് ഡിവിഡൻഡ്, ഫൈനൽ ഡിവിഡൻഡ്, ഇന്ററിം ഡിവിഡൻഡ്, ഇങ്ങനെ പല തരത്തിലുള്ള ഡിവിഡൻഡുകൾ നമുക്ക് പരിചയം ഉണ്ടാവും. ഓരോ ഡിവിഡൻഡും എങ്ങനെയാണെന്ന് നോക്കാം. ആദ്യമായിട്ട് ഞാൻ പറയുന്നത് എന്താ? പ്രപ്പോസ്ഡ് ഡിവിഡൻഡ്. പ്രപ്പോസ്ഡ് ഡിവിഡൻഡ് മീനിങ് നോക്കാം നമുക്ക്.
ഇറ്റ് ഈസ് ദ ഡിവിഡൻഡ് റെക്കമെൻഡഡ് ഓർ പ്രപ്പോസ്ഡ് ബൈ ദ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ്. ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് ഷെയർ ഹോൾഡേഴ്സിന് റെക്കമെൻഡ് ചെയ്യുന്ന, പ്രപ്പോസ് ചെയ്യുന്ന, എന്താണ് നമ്മൾ തരാന്ന് പറയുന്നത് അല്ലെ. അപ്പൊ പ്രപ്പോസ് ചെയ്യുന്ന ഡിവിഡൻഡ് ആണ് എന്ത് പറയുന്നത്? പ്രപ്പോസ്ഡ് ഡിവിഡൻഡ് എന്ന് പറയുന്നത്. സോ പ്രപ്പോസ്ഡ് ഡിവിഡൻഡ് മീൻസ് ദിസ് ഡിവിഡൻഡ് ഈസ് റെക്കമെൻഡഡ് ബൈ ദ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് ടു ദി ഷെയർ ഹോൾഡേഴ്സ്. ദെൻ അക്കൗണ്ടിംഗ് ട്രീറ്റ്മെന്റ് ആണ് എഴുതിയിരിക്കുന്നത്. പ്രപ്പോസ്ഡ് ഡിവിഡൻഡിന്റെ അക്കൗണ്ടിംഗ് ട്രീറ്റ്മെന്റ് എന്താണ്? അതായത് നമ്മുടെ ഫൈനൽ അക്കൗണ്ട്സിൽ പ്രപ്പോസ്ഡ് ഡിവിഡൻഡ് നമ്മൾ എവിടെയാണ് റെക്കോർഡ് ചെയ്യാൻ പോകുന്നത്? ഇറ്റ് ഈസ് ഷോൺ അണ്ടർ ദ ഹെഡ് ഷോർട്ട് ടേം പ്രൊവിഷൻസ് ഇൻ ബാലൻസ് ഷീറ്റ്. പ്രപ്പോസ്ഡ് ഡിവിഡൻഡ് ക്വസ്റ്റിനകത്ത് ഉണ്ടെങ്കിൽ നമ്മൾ തീർച്ചയായിട്ടും ബാലൻസ് ഷീറ്റില് ഷോർട്ട് ടേം പ്രൊവിഷൻസ്, നമുക്കറിയാം ഷോർട്ട് ടേം പ്രൊവിഷൻസ് വരുന്നത് കറണ്ട് ലയബിലിറ്റിയിലാണ്. കറണ്ട് ലയബിലിറ്റിയിൽ ഷോർട്ട് ടേം പ്രൊവിഷൻസ് കാണും. ആ ഹെഡിങ്ങിലാണ് നമ്മൾ പ്രപ്പോസ്ഡ് ഡിവിഡൻഡിനെ റെക്കോർഡ് ചെയ്യേണ്ടത്. ദെൻ ഇറ്റ് ഈസ് ആൾസോ ഷോൺ ഇൻ അവർ സർപ്ലസ് ഇൻ സ്റ്റേറ്റ്മെന്റ് ഓഫ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അണ്ടർ ദ ഹെഡ് റിസർവ് ആൻഡ് സർപ്ലസ്. പ്രപ്പോസ്ഡ് ഡിവിഡൻഡ് തന്നെ നമ്മൾ വീണ്ടും കാണിക്കുന്ന ഒരു പ്ലേസ് ഏതാണ്? നമ്മുടെ നോട്ട് ടു അക്കൗണ്ട്സ് പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് നമുക്കറിയാം റിസർവ് ആൻഡ് സർപ്ലസ് ഉണ്ട്. അവിടെ റിസർവ് ആൻഡ് സർപ്ലസിൽ സർപ്ലസ് വരുന്ന ഭാഗത്തില് നമ്മൾ പ്രപ്പോസ്ഡ് ഡിവിഡൻഡ് കാണിക്കാറുണ്ട്. അതായത് നമുക്കറിയാം സർപ്ലസ് വരുന്ന ഭാഗത്തിൽ തുടങ്ങുന്നത് എന്താണ്? ലാസ്റ്റ് ഇയർ പ്രോഫിറ്റ്. ലാസ്റ്റ് ഇയർ പ്രോഫിറ്റ് പിന്നെ ആഡ് കറണ്ട് ഇയർ പ്രോഫിറ്റ് ലെസ് അപ്രോപ്രിയേഷൻ ആണ് വരുന്നത്. ആ അപ്രോപ്രിയേഷനിൽ ഏറ്റവും ലാസ്റ്റ് നമ്മൾ റിസർവ് ഒക്കെ കൊടുത്തതിന് ശേഷം പ്രപ്പോസ്ഡ് ഇക്വിറ്റി ഡിവിഡൻഡ്, പ്രപ്പോസ്ഡ് പ്രിഫറൻസ് ഡിവിഡൻഡ് കാണിക്കാറുണ്ട്. അപ്പോൾ ട്രീറ്റ്മെന്റ് മെയിൻ ആയിട്ടും എഴുതിയിരിക്കുന്നത് ഒന്ന് ഷോർട്ട് ടേം പ്രൊവിഷൻസ് ബാലൻസ് ഷീറ്റിലാണ്. അതുപോലെ തന്നെ രണ്ടാമത്തെ എന്താണ്? റിസർവ് ആൻഡ് സർപ്ലസ് എന്ന ഹെഡിങ്ങില് സർപ്ലസ് സ്റ്റേറ്റ്മെന്റ് എഴുതുന്ന സമയത്ത് നമ്മൾ പ്രപ്പോസ്ഡ് ഡിവിഡൻഡ് റെക്കോർഡ് ചെയ്യണം. ദെൻ ഇതുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ടുള്ള ഒരു ജേണൽ എൻട്രിയാണ് ഞാൻ ഇവിടെ പറയുന്നത്. ജേണൽ എൻട്രി നോക്കിക്കോ. ദാറ്റ് ഈസ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ അക്കൗണ്ട് ഡെറ്റർ ടു പ്രപ്പോസ്ഡ് ഡിവിഡൻഡ്. പ്രപ്പോസ്ഡ് ഡിവിഡൻഡ് നമ്മൾ എവിടേക്കാണ് ട്രാൻസ്ഫർ ചെയ്യുന്നത്? പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ അക്കൗണ്ട്. നമ്മുടെ പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ അക്കൗണ്ട് എന്ത് തന്നെയാണ് നമുക്കറിയാം? സർപ്ലസ് ഓർ ഡെഫിസിറ്റ് ഇൻ സ്റ്റേറ്റ്മെന്റ് ഓഫ് പ്രോഫിറ്റ് ആൻഡ് ലോസ്. അപ്പൊ പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ അക്കൗണ്ട് ഡെറ്റർ ടു പ്രപ്പോസ്ഡ് ഡിവിഡൻഡ്. ഇതാണ് ഇതുമായിട്ട് ബന്ധമുള്ള ഒരു ജേണൽ എൻട്രി. കാരണം ചില സമയങ്ങളിൽ നമ്മുടെ ക്വസ്റ്റ്യൻ ഇങ്ങനെ ഉണ്ടാവാറുണ്ട്. പ്രപ്പോസ്ഡ് ഡിവിഡൻഡിന് ഒരു ഇൻഫർമേഷൻ, ഒരു ട്രാൻസാക്ഷൻ കൊടുത്തുകൊണ്ട് ജേണൽ എൻട്രി എഴുതാൻ പറയും. അപ്പൊ നമ്മൾ ഈ ജേണൽ എൻട്രി വേണം റെക്കോർഡ് ചെയ്യാൻ. ദിസ് പ്രപ്പോസ്ഡ് ഡിവിഡൻഡ് ഷുഡ് ബി ട്രാൻസ്ഫർഡ് ടു പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ അക്കൗണ്ട്. ക്ലിയർ? നെക്സ്റ്റ് നമ്മൾ പറയാൻ പോകുന്നത് എന്താണ്? ഇന്ററിം ഡിവിഡൻഡ്. ക്ലിയർ? ഇന്ററിം ഡിവിഡൻഡ് നോക്കാം. ഇറ്റ് ഈസ് ദ ഡിവിഡൻഡ് പെയ്ഡ് ബൈ ദ കമ്പനി ബിഫോർ ദ പ്രിപ്പറേഷൻ ഓഫ് ഫൈനൽ അക്കൗണ്ട്സ്. ഫൈനൽ അക്കൗണ്ട്സ് പ്രിപ്പയർ ചെയ്യുന്നതിന് മുന്നേ കമ്പനി കൊടുക്കുന്ന ഡിവിഡൻഡിനാണ് എന്ത് പറയുന്നത്? ഇന്ററിം ഡിവിഡൻഡ് എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് യൂഷ്വലി പെയ്ഡ് ഫോർ 6 months. സാധാരണയായിട്ട് 6 മാസത്തേക്കാണ് എന്ത് കൊടുക്കുന്നത്? ഇന്ററിം ഡിവിഡൻഡ് കൊടുക്കുന്നത്. ആൻഡ് ഇറ്റ് ഈസ് ഡിക്ലെയർഡ് ബിറ്റ്വീൻ 2 ആനുവൽ ജനറൽ മീറ്റിംഗ്. 2 ആനുവൽ ജനറൽ മീറ്റിംഗിന്റെ ഇടയിൽ അല്ലെ, അങ്ങനെയാണ് ഇത് സാധാരണഗതിയിൽ ഇന്ററിം ഡിവിഡൻഡ് ഡിക്ലെയർ ചെയ്യുന്നത്. അതുകൊണ്ടാണ് ഇത് ഇറ്റ് ഈസ് യൂഷ്വലി പെയ്ഡ് ഫോർ 6 months എന്ന് പറയുന്നത്. നമുക്കറിയാം ഒരു ഫിനാൻഷ്യൽ ഇയർ 12 months ആണ്. അപ്പൊ ഇൻ ബിറ്റ്വീൻ 2 ആനുവൽ ജനറൽ മീറ്റിംഗ് വി ക്യാൻ ഡിക്ലെയർ interim dividend. So interim dividend is the dividend paid by the company before the preparation of final accounts. Then ഇതിന്റെ ട്രീറ്റ്മെന്റ് എന്താണ്? Treatment, it is shown in the notes to accounts under the head reserve and surplus. ഇന്ററിം ഡിവിഡൻഡ് നമ്മൾ പ്രപ്പോസ്ഡ് ഡിവിഡൻഡ് പറഞ്ഞ പോലെ തന്നെയാണ് ഇന്ററിം ഡിവിഡൻഡ് കാണിക്കുന്ന ഇവിടെ തന്നെയാണ് നോട്ട്സ് ടു അക്കൗണ്ട്സിൽ. അതായത് നമ്മുടെ ബാലൻസ് ഷീറ്റിൽ നമ്മുടെ നോട്ട് ടു അക്കൗണ്ട് അവിടെ റിസർവ് ആൻഡ് സർപ്ലസിൽ സർപ്ലസ് ഭാഗത്തിൽ തന്നെയാണ് ആരെയും കൂടെ റെക്കോർഡ് ചെയ്യുന്നത്? നമ്മുടെ ഇന്ററിം ഡിവിഡൻഡ് കാണിക്കുന്നത്. ദെൻ ജേണൽ എൻട്രി എന്താ? ഇന്ററിം ഡിവിഡൻഡ് കൊടുക്കുന്ന സമയത്താണ് ജേണൽ എൻട്രി. വെൻ ഇന്ററിം ഡിവിഡൻഡ് ഈസ് പെയ്ഡ് ബൈ ദ കമ്പനി then interim dividend account debtor to bank account. ഇത്ര മാത്രമേ ഉള്ളൂ interim dividend. It is usually paid for 6 months and it is declared in between 2 annual general body meeting. Clear? നെക്സ്റ്റ് പറയുന്നത് എന്താണ്? ഫൈനൽ ഡിവിഡൻഡ് ആണ്. ഫൈനൽ ഡിവിഡൻഡ് നോക്കിക്കോ. ഇറ്റ് ഈസ് ദ ഡിവിഡൻഡ് വിച്ച് ഈസ് ഡിക്ലെയർഡ് ആഫ്റ്റർ ദ പ്രിപ്പറേഷൻ ഓഫ് ഫൈനൽ അക്കൗണ്ട്സ്. ഫൈനൽ അക്കൗണ്ട്സ് പ്രിപ്പയർ ചെയ്തതിനു ശേഷം നമ്മൾ ഡിക്ലെയർ ചെയ്യുന്ന ഡിവിഡൻഡ് ആണ് എന്ത്? ഫൈനൽ ഡിവിഡൻഡ് എന്ന് പറയുന്നത്. അപ്പോൾ ഫൈനൽ അക്കൗണ്ട്സ് പ്രിപ്പയർ ചെയ്യുന്നപ്പോഴാണ് അറ്റ് ദ എൻഡ് ഓഫ് ദ അക്കൗണ്ടിംഗ് ഇയർ. സോ നമുക്ക് പറയാൻ പറ്റും ഫൈനൽ ഡിവിഡൻഡ് ഈസ് യൂഷ്വലി ഡിക്ലെയർഡ് അറ്റ് ദ എൻഡ് ഓഫ് ദ അക്കൗണ്ടിംഗ് ഇയർ ആൻഡ് ഇറ്റ് ഈസ് യൂഷ്വലി പെയ്ഡ് ഫോർ 1 year. ഇന്ററിം ഡിവിഡൻഡ് 6 monthsലേക്കാണെന്ന് പറഞ്ഞു. ദെൻ ഫൈനൽ ഡിവിഡൻഡ് ഈസ് പെയ്ഡ് ഫോർ 1 year. ഓക്കെ. ദെൻ ട്രീറ്റ്മെന്റ് സെയിം ആസ് ദാറ്റ് ഓഫ് ഇന്ററിം ഡിവിഡൻഡ്. ഇന്ററിം ഡിവിഡൻഡ് എന്താണ് ചെയ്യുന്നത്? അതുപോലെ തന്നെയാണ്. അതായത് ദിസ് ഫൈനൽ ഡിവിഡൻഡ് ഈസ് ആൾസോ ഷോൺ ഇൻ അവർ
surplus in statement of profit and loss, which is in turn shown under the head reserve and surplus. അതായത് സർപ്ലസ് സ്റ്റേറ്റ്മെന്റിലാണ് നമ്മൾ ഡിവിഡൻഡ് ഒക്കെ തന്നെ കാണിക്കുന്നത്. ആ സർപ്ലസ് സ്റ്റേറ്റ്മെന്റ് എവിടെയാണ് വരുന്നത്? അണ്ടർ ദ ഹെഡ് റിസർവ് ആൻഡ് സർപ്ലസ്. ക്ലിയർ? നെക്സ്റ്റ് നമ്മൾ പറയാൻ പോകുന്നത് അൺക്ലെയിംഡ് ഡിവിഡൻഡ് ആണ്. അൺക്ലെയിംഡ് ഡിവിഡൻഡ് നോക്കാം. ദ ഡിവിഡൻഡ് നോട്ട് യെറ്റ് ക്ലെയിംഡ് ബൈ ദ ഷെയർ ഹോൾഡേഴ്സ് ഈസ് കോൾഡ് അൺക്ലെയിംഡ് ഡിവിഡൻഡ്. ഷെയർ ഹോൾഡേഴ്സ് ഇതുവരെയും ക്ലെയിം ചെയ്യാത്ത ഡിവിഡൻഡിനാണ് എന്ത് പറയുന്നത്? അൺക്ലെയിംഡ് ഡിവിഡൻഡ് എന്ന് പറയുന്നത്. Then unpaid dividend is the failure of the company to distribute the dividend to the shareholders after it has been announced. അൺപെയ്ഡ് ഡിവിഡൻഡ് എന്ന് പറഞ്ഞാൽ കമ്പനി അനൗൺസ് ചെയ്തതിനു ശേഷവും ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് അനൗൺസ് ചെയ്തതിനു ശേഷവും കൊടുക്കാത്ത ഡിവിഡൻഡിനാണ് എന്ത് പറയുന്നത്? അൺപെയ്ഡ് ഡിവിഡൻഡ് എന്ന് പറയുന്നത്. ദെൻ അൺക്ലെയിംഡ് ഡിവിഡൻഡ് ആൻഡ് അൺപെയ്ഡ് ഡിവിഡൻഡ് ട്രീറ്റ്മെന്റ് എന്താ എഴുതിയിരിക്കുന്നത്? ഇറ്റ് ഈസ് ഷോൺ ഇൻ ദ ബാലൻസ് ഷീറ്റ് അണ്ടർ ദ ഹെഡ് അതർ കറന്റ് ലയബിലിറ്റീസ്. അപ്പൊ അൺക്ലെയിംഡ് ഡിവിഡൻഡ് എന്നോ അൺപെയ്ഡ് ഡിവിഡൻഡ് എന്നോ നമ്മുടെ ട്രയൽ ബാലൻസിൽ കണ്ടു കഴിഞ്ഞാല് അങ്ങനെയുള്ള ഐറ്റംസ് നമ്മൾ റെക്കോർഡ് ചെയ്യേണ്ടത് നമ്മുടെ ബാലൻസ് ഷീറ്റില് അതർ കറന്റ് ലയബിലിറ്റീസ് എന്ന ഹെഡിങ്ങിലാണ്. ഓക്കെ, നെക്സ്റ്റ് നമ്മൾ 2-3 ടൈപ്പ് കൂടെ ഡിവിഡൻഡ് ഞാൻ ഇവിടെ എഴുതിയിട്ടുണ്ട്. സ്ക്രിപ്പ് ഡിവിഡൻഡ്, ക്യാഷ് ഡിവിഡൻഡ്, പ്രോപ്പർട്ടി ഡിവിഡൻഡ്. നോക്കാം സ്ക്രിപ്പ് ഡിവിഡൻഡ് എന്താണെന്ന്. When the company does not have sufficient amount of cash to pay dividend, the company can pay dividend in the form of promissory notes or bond. അതായത് കമ്പനിക്ക് ക്യാഷ് ആയിട്ട് തന്നെ ഡിവിഡൻഡ് കൊടുക്കാൻ ഇല്ലാത്ത സമയത്ത് കമ്പനിക്ക് എന്ത് ചെയ്യാം? The company can pay dividend in the form of promissory notes or bond. They are securities. Okay. Promissory note is a negotiable instrument. ബോണ്ടുകളായിട്ടോ പ്രോമിസറി നോട്ടുകളായിട്ടോ കമ്പനിക്ക് ഡിവിഡൻഡ് ഇഷ്യൂ ചെയ്യാവുന്നതാണ്. അങ്ങനെയുള്ള ഡിവിഡൻഡിനാണ് എന്ത് പറയുന്നത്? സ്ക്രിപ്പ് ഡിവിഡൻഡ് എന്ന് പറയുന്നത്. ദെൻ നെക്സ്റ്റ് ക്യാഷ് ഡിവിഡൻഡ് ആണ്. ക്യാഷ് ഡിവിഡൻഡ് നമുക്കറിയാം ഡിവിഡൻഡ് പെയ്ഡ് ഇൻ ദ ഫോം ഓഫ് ക്യാഷ്. ക്യാഷ് ആയിട്ട് തന്നെയാണ് ഡിവിഡൻഡ് കൊടുക്കുന്നതെങ്കിൽ അതിനെ നമ്മൾ ക്യാഷ് ഡിവിഡൻഡ് എന്ന് പറയും. ദെൻ പ്രോപ്പർട്ടി ഡിവിഡൻഡ്. പ്രോപ്പർട്ടി ഡിവിഡൻഡ് മീൻസ് ഡിവിഡൻഡ് പെയ്ഡ് ഇൻ ദ ഫോം ഓഫ് അസറ്റ്സ് നോട്ട് ഇൻ ക്യാഷ്. ക്യാഷ് ആയിട്ടല്ല, മറ്റ് അസറ്റുകളായിട്ട് ഫിക്സഡ് അസറ്റുകൾ ആയിട്ടോ അങ്ങനെ കൊടുക്കുന്നുണ്ടെങ്കിൽ അതിനാണ് എന്ത് പറയുന്നത്? എന്തെങ്കിലും പ്രോപ്പർട്ടി ആയിട്ട് കൊടുക്കുന്നുണ്ടെങ്കിൽ അതിനാണ് എന്ത് പറയുന്നത്? പ്രോപ്പർട്ടി ഡിവിഡൻഡ് എന്ന് പറയുന്നത്. അതുപോലെ സ്റ്റോക്ക് ഡിവിഡൻഡ് ഉണ്ട്. അഡീഷണൽ ഷെയർസ് ഇഷ്യൂ ചെയ്തുകൊണ്ട് തന്നെ കമ്പനിക്ക് ഡിവിഡൻഡ് കൊടുക്കാം. ബൈ ഇഷ്യൂയിങ് അഡീഷണൽ ഷെയർസ്. അത് നമ്മൾ സ്റ്റോക്ക് ഡിവിഡൻഡ് എന്ന് പറയും. ഓക്കെ, അപ്പൊ ഇത്രയുമാണ് എന്ത് ഡിവിഡൻഡിനെ കുറിച്ചിട്ടുള്ള ടേം എന്ന് പറയുന്നത്. ഡിവിഡൻഡ് എന്താണ്, ഡിവിസിബിൾ പ്രോഫിറ്റ് എന്താണെന്ന് പഠിച്ചു. ദെൻ പലതരത്തിലുള്ള ഡിവിഡൻഡുകൾ എങ്ങനെയൊക്കെയാണ് നമ്മൾ ഡിവിഡൻഡ് കൊടുക്കുന്നത്. ഫൈനൽ ഡിവിഡൻഡ്, ഇന്ററിം ഡിവിഡൻഡ്, അതുപോലെ പ്രപ്പോസ്ഡ് ഡിവിഡൻഡ് പറഞ്ഞു, അൺപെയ്ഡ് അൺക്ലെയിംഡ് ഡിവിഡൻഡ് പറഞ്ഞു, സ്ക്രിപ്പ് ഡിവിഡൻഡ്, ക്യാഷ് ഡിവിഡൻഡ്, പ്രോപ്പർട്ടി ഡിവിഡൻഡ്. ഇത്രയുമാണ് എന്ത് ഡിവിഡൻഡിന്റെ പലതരത്തിലുള്ള ടേംസ്. ഡിവിഡൻഡുമായിട്ട് ബന്ധമുള്ള ടേംസ് ആണ് ഇതൊക്കെ. ഓക്കെ, അപ്പോൾ ആദ്യമായാണ് നിങ്ങൾ എന്റെ വീഡിയോ കാണുന്നതെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയൊരു ടോപ്പിക്കുമായി നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു.